എന്തിനാ അങ്കിളെ ഉടനെ കാണണമെന്ന് പറഞ്ഞത്? യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു മോളെ. യുദ്ധോ? അതെ, നിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ കൈയടക്കാനുള്ള യുദ്ധം. എനിക്ക് ആരുടെ സ്വത്തും സൗഭാഗ്യങ്ങളും ഒന്നും ആവശ്യമില്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ സംരക്ഷണവും ജീവിതവും ഉണ്ട്. എനിക്കത് മതി. നിനക്കത് മതി. പക്ഷേ ആ കുട്ടികൾക്കോ? നിളയും കാവേരിയും അവരുടെ ആകെ ആശ്രയം ഇപ്പൊ നീയാ മോളെ. അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു മരിക്കും മുമ്പ് ശ്രീനിവാസൻ എന്നോട് പറഞ്ഞ അവസാനത്തെ ആഗ്രഹം. അതെങ്കിലും സാധിക്കണ്ടേ മോളെ? ഏരാടി അങ്കിളെ, അങ്കിൾ ഒരു ദിവസം വന്നു. മഹാനായ പാട്ടുകാരൻ ശ്രീനിവാസ് ജി എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു. കുട്ടിക്കാലത്ത് വളർത്തിയ മുത്തശ്ശി പറഞ്ഞു കേട്ട കഥകളിൽ ഒരു പാട്ടുകാരൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനതങ്ങ് വിശ്വസിച്ചു. അത് വിശ്വസിക്കണം മോളെ. അദ്ദേഹം നിന്റെ അച്ഛനാ. അച്ഛൻ? ജന്മം നൽകിയതുകൊണ്ട് ഒരാൾ അച്ഛനാവോ? പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും ആ വയറ്റിലുള്ള പാവം കുഞ്ഞിനെയും നിർദ്ദയമായി ഉപേക്ഷിച്ച് കളഞ്ഞയാൾ എങ്ങനെ ഒരു അച്ഛനാവും? പ്രസവത്തോടെ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അയൽവക്കത്തുള്ള ഒരുപാട് അമ്മമാരുടെ പാല് കുടിച്ചാണ് ഞാൻ വളർന്നതെന്ന് മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് എപ്പോഴോ അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോ മുത്തശ്ശി റേഡിയോയിൽ ഒരു തമിഴ് പാട്ട് വെച്ച് തന്നു. അതാണ് നിന്റെ അച്ഛനെന്ന് പറഞ്ഞു. എന്റെ അച്ഛൻ എന്നെ കാണാൻ വരാത്തത് എന്ന എന്റെ ചോദ്യത്തിന് എന്നെയും അമ്മയും അച്ഛൻ ഉപേക്ഷിച്ച കഥയും പറഞ്ഞു. പിന്നീട് ഒരിക്കലും ഞാൻ മുത്തശ്ശിയോട് എന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ആ പാട്ടും കേട്ടിട്ടില്ല. എന്റെ ഉള്ളിൽ അച്ഛൻ അതോടെ മരിച്ചു. മോള് പറയുന്നല്ല സത്യമാണ്. പക്ഷേ മോള് കേട്ട അച്ഛന്റെ ജീവിതത്തിന് ഒരു മറുവശമുണ്ട്. അത് സാധാരണ അങ്കിൾ. ഇതേപോലെ തെറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും കാണും പറയാനൊരു മറുവശം. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല അങ്കിൾ. മോളെ, സത്യമേത് അസത്യമേത് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകും. പക്ഷേ കഴിഞ്ഞ 20 വർഷമായി എനിക്കറിയാവുന്നൊരു സത്യമുണ്ട്. ഒരു രാത്രി പോലും നിന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ അയാൾ ഉറങ്ങിയിട്ടില്ല. കൈവിട്ട് കളഞ്ഞ പൊന്നുമകളെ ഓർത്ത് മരണം വരെ നെഞ്ചുരുക്കി കരഞ്ഞൊരു ജന്മം. അതാണ് നിന്റെ അച്ഛൻ ശ്രീനിവാസൻ. മഹാനായ പാട്ടുകാരൻ ശ്രീനിവാസനെ എല്ലാവരും അറിയും. പക്ഷേ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഗതികെട്ട ഒരു ശ്രീനിവാസനെ ആർക്കും അറിയില്ല. നിന്റെ അമ്മ മരിച്ച ശേഷം നിങ്ങളെ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടാക്കുമ്പോ ആഹാരവും പരിചരണവും കിട്ടുന്നുള്ള ഒരു ആശ്വാസമായിരുന്നു ശ്രീനിവാസന്. നിന്റെ അമ്മ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവള് പറഞ്ഞേനെ സത്യം. നിന്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ചതല്ല, മരണത്തിൽ നിന്ന് രക്ഷിച്ചതാ മോളെ. എന്നിട്ടെന്തേ വലിയ പാട്ടുകാരനായിട്ടും ഒരിക്കൽ പോലും ഈ മകളെ തേടി വരാത്തത്? അയാൾ വന്നു, ഒന്നല്ല പലവട്ടം. അപ്പോഴേക്കും താമസിക്കുന്ന വീടും നാടൊക്കെ വിട്ട് നിന്റെ മുത്തച്ഛി നിന്നെയും കൊണ്ട് എങ്ങോട്ടോ പോയി കഴിഞ്ഞിരുന്നു. നീയും മുത്തശ്ശിയും എവിടെയാണെന്നറിയാതെ അയാൾ നാട് മുഴുവൻ അന്വേഷിച്ച് നടന്നു. പക്ഷേ എവിടെയും കണ്ടില്ല. ഇതൊക്കെ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പറയുന്ന കള്ളക്കഥകളല്ലേ അങ്കിളെ? ഒരിക്കലുമല്ല. സിനിമയിൽ അയാൾ രക്ഷപ്പെട്ടു വന്നപ്പോ ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനിടയിലാണ് സരസ്വതി ശ്രീനിവാസന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. 15 കൊല്ലം മുമ്പ്. സരസ്വതിക്കും അറിയാമായിരുന്നു
നിന്നെക്കുറിച്ച്. കാവേരിയെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോ സരസ്വതിയും പോയി. ഇപ്പോ ശ്രീനിവാസനും പോയി. ഒന്ന് നിൽക്കണേ മോളെ. ബാക്കി നീ അറിയേണ്ടതല്ല ഇതിനകത്തുണ്ട്. ഒന്ന് മാത്രം ഞാൻ പറയാം. നിന്റെ അച്ഛൻ്റെ സമ്പത്ത് മുഴുവൻ നിന്റെയും ആ 2 പെൺകുട്ടികളുടെയും പേരില്ല. അതിൻ്റെ രേഖകളാണിതെല്ലാം. പക്ഷേ അതൊക്കെ ഇപ്പോൾ വെച്ച് അനുഭവിക്കുന്നത് മറ്റു ചിലരാ. ആ കൂട്ടരുടെ ലക്ഷ്യം ആ കുട്ടികളെ ഇല്ലാതാക്കുക എന്നതാണ്. അവരെ മാത്രമല്ല, നിന്നെ. ദാ ഇത് വാങ്ങ്. ഇനി ഇതെന്റെ കയ്യിൽ സുരക്ഷിതമല്ല. തൽക്കാലത്തേക്ക് ആ കുട്ടികളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എത്ര നാളത്തേക്കെന്നറിയില്ല. അങ്കിൾ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടികൾ അവരിപ്പോ എവിടെയാ? അവര് ആ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷേ ഏത് നിമിഷവും അവരെ അവിടെ നിന്ന് ഇറക്കി വിടാം. ഈ ഡോക്യുമെന്റ്സിന് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. അങ്കിൾ, എനിക്ക് സ്വത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതെല്ലാം ആ കുട്ടികൾക്ക് കൊടുത്ത് അവരെ സുരക്ഷിതരാക്കിക്കൂടെ? സാധിക്കില്ല. രേഖകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സ്വത്തെല്ലാം അവരുടെ അധീനതയിലാണ്. ആരാണീ അവർ? അവർ ഒരുപാട് പേരുണ്ട്. അതൊക്കെ പിന്നെ മോക്ക് വഴിയെ മനസ്സിലായിക്കൊള്ളും. പക്ഷേ ഇപ്പോ ഒന്ന് മാത്രം മോൾ ഓർത്താ മതി. ആ കുട്ടികൾ അവര് നിന്റെ അനിയത്തിമാരാ, നിന്റെ അച്ഛന്റെ ചോരയാ. അവരെ മോള് രക്ഷിക്കണം. ഞാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അങ്കിള് പറഞ്ഞില്ല. മോളെ, വലിയ വലിയ യുദ്ധങ്ങൾ വരും. അന്ന് ഉപയോഗിക്കാനുള്ള ആയുധങ്ങളാ ഞാനിപ്പോ ഈ തന്നതല്ല. എന്നാ പോട്ടെ മോളെ. ശരി. ഒരു ഓട്ടോ വന്നു. സ്വാതിയായിരിക്കോ? സ്വാതി, ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. മത്സരങ്ങളുടെ ആഘോഷങ്ങളുടെയും ഒരു ഏകദേശ രൂപമായിട്ടുണ്ട്. അതൊന്ന് പറയാനാ ഞങ്ങള് വന്നത്. 2 ദിവസങ്ങളായിട്ടാ ആഘോഷം പ്ലാൻ ചെയ്തിരിക്കുന്നേ. ആദ്യത്തെ ദിവസം പൂക്കള മത്സരമാ. പൂക്കളം അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം. ഡിസൈനും അവരവര് തന്നെ കൊണ്ടുവരണം. 25,000 രൂപ ഒന്നാം സമ്മാനം. അപ്പോ രണ്ടാമത്തെ ദിവസത്തെ മത്സരങ്ങൾ എന്തൊക്കെയാ? രണ്ടാമത്തെ ദിവസാ ശരിക്കും നമ്മൾ തമ്മിലുള്ള മത്സരം. വടംവലി മത്സരം. ഞാനൊരു ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ടീമിനെ നീയും തയ്യാറാക്കിക്കോ. നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം. പിന്നെ ആഘോഷം കുറച്ചും കൂടെ രസകരമാക്കാൻ ഞങ്ങളൊരു തീറ്റി മത്സരവും കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ സ്വാതി കൂടെ പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. സോറി, അതിന് ഞാനില്ല. അങ്ങനൊന്നും പറയല്ലേ. അതിലെന്തായാലും നിനക്ക് തന്നെ സമ്മാനം കിട്ടും.
സ്വാതി അടുത്തേക്ക് വേണ്ടി മാത്ര ഇവർ ഈ മത്സരം വെച്ചത്. ചുമ്മാ ജാട കാണിക്കാതെ പങ്കെടുക്കുക സ്വാതി അടുത്തി. ഇതിനൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. ഞങ്ങളും കൂടാ. പിന്നെ അതിഥികളായിട്ട് ചില സീരിയൽ താരങ്ങളും വരുന്നുണ്ട്. ആഹാ, അപ്പൊ ആഘോഷം കൊഴുക്കും. അതെ. അതെ, കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ സമ്മാനം വാങ്ങിയ ആള് സ്വാതിയാ. ഇത്തവണയും അത് വിട്ടുകൊടുക്കരുത്. ഇത്തവണ ഞങ്ങളത് പൊട്ടിക്കും. അതെ, അവരവരിടുന്ന പൂക്കളത്തിന്റെ ഡിസൈൻ തലേ ദിവസം തന്നെ എത്തിക്കണം. ഒരാൾ ഇടുന്ന ഡിസൈൻ മറ്റൊരാൾ ഇടാനും പാടില്ല. സ്വാതി, കുറച്ച് സ്ത്രീകൾ സ്വാതിയെ കാണാൻ വരുന്നുണ്ട്. അവരെ ചേർത്ത് നല്ലൊരു ടീം ഉണ്ടാക്കണം. എന്നിട്ട് കട്ടയ്ക്ക് മത്സരിക്കണം. എന്തായാലും ആഘോഷം പൊടി പൊടിക്കണം. അതെ, എനിക്ക് ഈ അസോസിയേഷൻകാരോട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ചില്ലറ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന ഒരു വീടായത്. അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ സർ. ഇതുവരെ ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ മത്സരം അത് അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചേക്കണം. അത് ഈ വീട്ടിനകത്തേക്ക് കയറ്റരുത്. വല്ലിച്ചനെന്ത് എന്തൊക്കെയാ പറയുന്നത്? ഇത് ചുമ്മാ രസമല്ലേ? പല കളികളും തുടങ്ങുന്നത് ചുമ്മാ ഒരു രസത്തിനായിരിക്കും മോളെ, അവസാനിക്കുന്നത് വലിയൊരു ദുരന്തത്തിലും. അച്ഛാ, ഓണമല്ലേ, അതിന്റെ ആഘോഷം മാത്രമായിട്ട് കണ്ടാ മതി ഇതിന്. നീ ഇത് നീലിനോട് സംസാരിച്ചോ? ആ, സംസാരിച്ചു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ ഞാൻ നിർബന്ധിച്ചപ്പോ ഏട്ടൻ സമ്മതിച്ചു. എല്ലാ സപ്പോർട്ടും തന്ന് സാറും കൂടെ വേണം. അതിനെന്താ? ഏട്ടനാ ഈ മത്സരത്തിലെ എന്റെ ഉപദേശകൻ. അപ്പോ നീലിന്റെ കാര്യം? അതൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്തോ? ഏട്ടൻ വരും. അത് മതി. സ്വാതി ഒരു കാര്യം ഏറ്റാ അത് ചെയ്തിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. ഓ, ആയിക്കോട്ടെ. ശരി, പോട്ടെ. അച്ഛാ, ആ, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. അച്ഛനേ ഉള്ളൂ എന്റെ ഒപ്പം. ഇവരെല്ലാം മറുപക്ഷത്താ. ഗൗരി, നന്ദിനി, ഒരു കാര്യം ഞാൻ എല്ലാരോടും കൂടെ പറയാം. മത്സരങ്ങളെല്ലാം വീടിന്റെ പുറത്ത്. അവിടെ 2 പക്ഷോ 3 പക്ഷോ ഒക്കെ ആവാം. പക്ഷേ വീടിനകത്ത് ഒരൊറ്റ പക്ഷമേ ഉണ്ടാകാവൂ. സ്നേഹത്തിന്റെ പക്ഷം. മനസ്സിലായോ? മനസ്സിലായി. അച്ഛൻ പറഞ്ഞൊന്നും നിന്റെ ഒന്നും തലയിൽ കയറില്ലെന്ന് എനിക്കറിയാം. ഇല്ല, അത് ഞാനേ ഈ ചെവി കൂടെ കേട്ട് ദേ ഇതുവഴി പുറത്തോട്ട് കളഞ്ഞു. പുറത്ത് മാത്രമല്ല, ഈ വീട്ടിനകത്തും നമ്മൾ 2 പക്ഷം തന്നെയാ. ഇനി എന്നും. നീ വടി. ഇവളിതെവിടെ പോയി കിടക്കുന്നു? ഒരു കാര്യം ചെയ്യ ഏൽപ്പിച്ച എവിടെയെങ്കിലും പോയി കണ്ണു പിടിച്ച് നിന്നോളും. കഴുത. എന്താടി അവൾ എന്തെടുക്കുക? ബാൽക്കണിയിലുണ്ട്. ഗൗരവത്തിൽ എന്തോ വരച്ചോണ്ടിരിക്കുക. ഗൗരിച്ച് എന്താ ആലോചിക്കുന്നത്? ഇത്ര ഗൗരവത്തോടെ അവള് കുത്തിയിരുന്ന് വരയ്ക്കണമെങ്കിൽ അതെന്തായിരിക്കും? ആ, ആർക്കറിയാം? ഇടി പൊട്ടി, അത് അത്തപ്പൂക്കളത്തിന്റെ ഡിസൈൻ ആയിരിക്കും. ഓ, ശരിയാ. ആ, എനിക്കത് കത്തിയില്ല. എടി, അവൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാം. കഴിഞ്ഞ വർഷം അവള് വരച്ച ഡിസൈന് തന്നെയാ 1ാം സമ്മാനം കിട്ടിയത്. അയ്യോ, അപ്പോ ഇത്തവണ അവരെന്നെ കൊണ്ടുപോവോ? എന്തു വന്നാലും നമ്മളതിന് അനുവദിക്കരുത്. ഇത്രയും വെല്ലുവിളിച്ചിട്ട് ഇനി അവരുടെ മുന്നിൽ തോറ്റ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു നല്ല പൂക്കളത്തിന്റെ ഡിസൈൻ നമുക്ക് ഉണ്ടാക്കണം. എന്താ
രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന. അത് പിന്നെ ഞങ്ങളൊരു പൂക്കളത്തിന് ഡിസൈൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. അതിനിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ? സ്വാതിയോട് പറഞ്ഞാ പോരെ, നല്ല ഭംഗിയുള്ള ഡിസൈൻ അവൾ ഉണ്ടാക്കി തരും. അതിന് സ്വാതി അടുത്ത് ഞങ്ങളുടെ എതിർപക്ഷത്തല്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞ വരച്ചു തരുമോ? അവൾക്കായിട്ട് വരയ്ക്കുന്നതിനെക്കാട്ടിലും നല്ല ഡിസൈൻ എന്തായാലും അവൾ നമുക്കായിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ പറയാതിരിക്കുന്നില്ലേ ഭേദം. അതെ, ഈ വീട്ടിൽ ആരാ പരസ്പരം ശത്രുക്കൾ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഓണവും ആഘോഷമൊക്കെ നാളെ അങ്ങ് പോവും. പക്ഷേ അത് കഴിഞ്ഞും നിങ്ങൾ ഈ വീട്ടിൽ മുഖത്തോട് മുഖം നോക്കി ജീവിക്കേണ്ടവരാ. ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. അവളോട് ഒന്ന് പറഞ്ഞാ പോരെ. അവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല പൂക്കളം അവള് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരും. അത്രയ്ക്ക് നല്ല മനസ്സാവക്ക്. എന്തോ എനിക്കാ വിശ്വാസമില്ല. നിന്റെ മനസ്സിൽ കള്ളത്തരമുള്ളതുകൊണ്ടാ നിനക്ക് അങ്ങനെ തോന്നുന്നത്. ഗൗരി, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രമേ ഈ ആഘോഷം കാണാവൂ. അതൊരിക്കലും വ്യക്തിപരമായിട്ടുള്ള മത്സരമായി മാറും. വേണമെങ്കിൽ സ്വാതിയോട് ഞാൻ പറയാം, നിങ്ങൾക്കൊരു പൂക്കളത്തിന്റെ ഡിസൈൻ ഉണ്ടാക്കി തരാം. അത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി വലിച്ചും പോയി പറയണ്ട, ഞങ്ങൾ പോയി പറഞ്ഞോളാം. ആ, അത് മതി. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. എന്തിന് ഗൗരിയച്ചെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്ന? ഓ, ദേഷ്യപ്പെടുകയല്ല, ചവിട്ടി കൊല്ലുക വേണ്ടത്. എടി, നമ്മൾ അവളോട് കെഞ്ചാൻ പോന്ന് നീ എന്തിനിപ്പോ വല്യച്ഛനോട് പറഞ്ഞത്? ഓ അതോ, അത് ഞാൻ വല്യച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇല്ലെങ്കിൽ പിന്നെ വല്യച്ഛൻ അതും പറഞ്ഞ് നമ്മൾ ശല്യപ്പെടുത്തി നടക്കില്ലേ? ഇതാവുമ്പോ ഇനി വല്യച്ഛൻ അതിനെ കുറിച്ച് ചോദിക്കത്തില്ലല്ലോ. ഗൗരിച്ചി, എന്തുവാടി? എന്തായാലും അവര് വരയ്ക്കുന്ന പൂക്കളത്തിന്റെ ഡിസൈൻ നമുക്കൊന്ന് കാണണം. എന്നിട്ട് വേണം അതിനെ വെല്ലുന്ന ഒരു പൂക്കളത്തിന്റെ ഡിസൈൻ നമുക്ക് വരയ്ക്കാൻ. ഇത്തവണ അവളുടെ മുമ്പിൽ തോറ്റാലേ പിന്നെ തലയും മൊട്ടടിച്ച് പുള്ളിയും കുത്തി കാശിക്ക് പോയാ മതി. കാശിക്ക് നമ്മൾ പോകണോ അവര് പോണോന്ന് നമുക്ക് ഇന്ന് തീരുമാനിക്കാം. ഗൗരിച്ചി വാ, വാന്ന്. എഴുതി എന്തായി അത്തപ്പൂക്കളത്തിന്റെ ഡിസൈൻ? ശരിയായോ? ഇല്ല, ഓരോന്നും വരച്ചു നോക്കിക്കൊണ്ടിരിക്കാം. എത്ര നേരമായി എഴുതി ഇങ്ങനെ ഇരുന്ന് വരച്ച് കഷ്ടപ്പെടുന്നു? കഷ്ടപ്പെടാതെ ഒന്നും കിട്ടില്ല ഗിരി. അത് ഈ പൂക്കളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റേത് കാര്യത്തിലായാലും ഏത് കാര്യം ചെയ്താലും അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. ഓ, അനിയൻ പൂക്കളം ഉണ്ടാക്കാൻ ഇടത്തെ സഹായിക്കുന്ന കണ്ടില്ലേ? എന്തൊരു സ്നേഹം. ആണുങ്ങളെ ഇങ്ങനെ മയക്കാൻ എന്ത് വിദ്യയാണോ ഇവളുടെ കയ്യിലുള്ളത്? അപ്പൊ ഈ കച്ചവടം തുടങ്ങിയിട്ട് കാലം കുറച്ചായെന്ന് ഗൗരിച്ചിക്ക് അറിയാം അല്ലേ? അത് പിന്നെ അവരെ ഏട്ടത്തി അനിയനും അല്ലേ, ഏട്ടത്തി അമ്മയെ പോലെയല്ലേ? ഓ, എനിക്കറിയാം. രാത്രിയിൽ അവർ ഒറ്റയ്ക്കിരിക്കുന്നിടത്ത് ഈ ഗിരിയേട്ടൻ എന്താ കാര്യം? ദേ നോക്ക്, പാലെന്തേലും ഒഴുകുമല്ലേ? ഒന്ന് ചുമ്മാതിരുന്നേ ഗിരി, പാവങ്ങളെ രണ്ടും. ഞാനൊന്ന് തോറ്റു കാണാൻ വേണ്ടി ഇങ്ങനെ വാലും പൊക്കി നടക്കുന്നതേ ഉള്ളൂ, അല്ലാതെ മനസ്സിലൊന്നുമില്ല. അത് ഏടത്തേക്ക് ചുമ്മാ തോന്നുന്നതാ. വിഷം മുറ്റിയ ജന്തുക്കളെ രണ്ടെണ്ണവും.